സൗദിയിലെയും കുവൈറ്റിലെയും വ്യോമയാന അതിർത്തികൾ അടച്ചതോടെ യുഎഇയിലെത്തി കുടുങ്ങിയവരുടെ ദുരിതപൂർണമായ റിപ്പോർട്ടാണ് അടുത്തത്. സൗദിയിലേക്കും കുവൈറ്റിലേക്കും നേരിട്ട് വിമാനം ഇറങ്ങുന്നതിന് മുമ്പ് യുഎഇയിലോ മറ്റു വിദേശ രാജ്യങ്ങളിലോ 14 ദിവസം ക്വാറന്റൈൻ കഴിയുമെന്നാണ് നിയമം. ഇപ്രകാരം എത്തിയവരാണ് യുഎഇയിൽ കുടുങ്ങിയത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രവാസി സഹായ കേന്ദ്രങ്ങൾ 24 മണിക്കൂറും തുറന്നു പ്രവർത്തിക്കുന്നുണ്ടെന്ന് ആവർത്തിച്ച് അവകാശപ്പെടുമ്പോഴാണ് ഈ പാവങ്ങൾ ദുരിതത്തിലായത്. റിപ്പോർട്ടുമായി ഗൾഫ് സ്പെഷ്യൽ. ഞങ്ങൾ സൗദിക്ക് പോകാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞങ്ങൾ ക്വാറന്റൈനിൽ ഇരിക്കുന്നു. പോകാൻ പറ്റിയില്ല. ഫ്ലൈറ്റ് എല്ലാം ബന്ധാക്കി. ഹോട്ടൽ റൂമേനു. അത് റൂമിൻ്റെ പാക്കേജ് എല്ലാം കഴിഞ്ഞു. ഇരട്ടി പൈസകൾ ചോദിക്കുകയാണ്. ഞങ്ങളെടുത്ത് കൊടുക്കാനൊന്നുമില്ല. കുവൈത്തിലേക്ക് പോകാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ 14 ദിവസത്തെ പാക്കേജ് കഴിഞ്ഞപ്പോൾ നമുക്ക് പോകാൻ വേറെ ഒരു സ്ഥലമില്ല. കോവിഡ് മൂലമുള്ള മഹാമാരി കാലത്തും ഗൾഫിലെ ഒരു ജോലി എന്ന സ്വപ്നവുമായി ലക്ഷങ്ങൾ കൊടുത്ത് യാത്ര പുറപ്പെട്ടവരാണ് ഇവർ. എന്നാൽ പാതി വഴിയിൽ ഇവരെ തേടിയെത്തിയത് വിമാനവിലക്കെന്ന ദുരിതമായിരുന്നു. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുമായി സൗദിയിലേക്കും കുവൈറ്റിലേക്കും പുറപ്പെട്ടവരാണിവർ. സൗദിയിലേക്കും കുവൈറ്റിലേക്കും നേരിട്ട് വിമാനം വഴി പോകാൻ നിയന്ത്രണമുള്ളതിനാൽ 14 ദിവസം യുഎഇയിലോ മറ്റു രാജ്യത്തോ ക്വാറന്റൈനിൽ കഴിയണമെന്നാണ് നിയമം. എന്നാൽ കോവിഡ് വ്യാപനം മൂലം സൗദി കുവൈറ്റ് അതിർത്തികൾ പെട്ടെന്ന് അടച്ചതോടെ ഇവർ കുടുങ്ങി. സൗദിയിലേക്ക് പോകാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ 14 ദിവസത്തെ വിസ എടുത്ത് വന്നതാണ്. ഇപ്പോൾ വിസേൻ്റെ കാലാവധി കഴിഞ്ഞു. ട്രാവൽ ഏജൻസി എന്ന പാക്കേജ് കഴിഞ്ഞു. അപ്പോൾ ഭക്ഷണം കഴിക്കാനോ താമസ സൗകര്യത്തിനോ ഒരു നിർവാഹമില്ല. ഇന്ത്യയിൽ നിന്നും വിമാന ടിക്കറ്റും യുഎഇയിൽ 14 ദിവസത്തെ ഹോട്ടൽ താമസവും എന്ന പ്രത്യേക പാക്കേജ് എടുത്ത വിമാനം കയറിയവരാണ് ഇപ്രകാരം ആഴ്ചകളായി കുടുങ്ങിക്കിടക്കുന്നത്. കഴിഞ്ഞ 1.5 മാസമായി ഇന്ത്യയിൽ നിന്ന്, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് നമ്മുടെ സഹോദരങ്ങൾ ഒരുപാട് പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്കെല്ലാം സൗദിയിലേക്കും കുവൈത്തിലേക്കും പോകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ സൗദിയുടെയും കുവൈത്തും ബോർഡറെല്ലാം അടച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേര് ട്രാവൽ ഏജൻസി മുഖാന്തരം പല പാക്കേജുമായി 1 ലക്ഷവും 1.5 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. ചിലരുടെ വിസ പോലും തീരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ സമയത്താണ് അവർക്ക് താമസവും ഫുഡും എല്ലാം ബുദ്ധിമുട്ടായ ഒരു അവസ്ഥയിൽ വന്നപ്പോഴാണ് നമ്മുടെ ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരും അതുപോലെ തന്നെ അസോസിയേഷനുകളും ഒരുപാട് പേരും പല രീതിയിലും പല സ്ഥലത്തും അവർക്ക് വേണ്ട അക്കോമഡേഷൻ ഫുഡൊക്കെ എത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം ഈ ഒരു ലെവലിൽ ഇനി എത്ര നാൾ അവർ മുന്നോട്ട് പോകുമെന്ന് യാതൊരു രീതിയിലുള്ള ഒരു അറിവും ഒരാൾക്കും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും വല്ലാത്തൊരു അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. അതേസമയം കുടുങ്ങിപ്പോയവരെ സഹായിക്കാൻ അധികാരികൾ ആരും രംഗത്തിറങ്ങിയില്ലെന്നും സാമൂഹിക സാംസ്കാരിക സംഘടനകൾ പരാതിപ്പെട്ടു. നോർക്ക റൂട്ട്സോ കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ ഇടപെട്ട് ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി തരണം. ഇതിനിടെയാണ് കോൺഗ്രസിന്റെ പ്രവാസ ലോകത്തെ യുവജന കൂട്ടായ്മയായ ഇൻകാസ് യൂത്ത് വിംഗ് ഇവർക്ക് ആശ്വാസമായി രംഗത്തെത്തിയത്. യുഎഇയിലെ ഫുജൈറയിൽ 1000-ലധികം പേർക്ക് താമസ സൗകര്യം ഒരുക്കിയായിരുന്നു ഈ മാതൃകാപരമായ പ്രവർത്തനം. സൗദിയിലേക്കും കുവൈറ്റിലേക്കും എല്ലാം പോകേണ്ട പ്രവാസികൾ 14 ദിവസം ദുബായിൽ വന്ന് ക്വാറന്റൈൻ കഴിഞ്ഞതിന് ശേഷമാണ് ആ രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ പുതിയ നിയമം അനുസരിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്നതിനുള്ള സാഹചര്യമില്ല. വളരെയധികം പ്രവാസികളാണ് ഇപ്പോൾ ഈ ദുബായിൽ ഉള്ളത്. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇൻകാസ് യൂത്ത് വിങ് ഫുജൈറയിൽ അക്കോമഡേഷൻ ഞങ്ങൾ അറേഞ്ച് ചെയ്യുന്നത്. ഏകദേശം 2000-ഓളം അക്കോമഡേഷനാണ് അവിടെ റെഡിയാക്കിയിട്ടുള്ളത്. ഫുജൈറ കേന്ദ്രമായ മലയാളി വ്യവസായി സജി ചെറിയാനാണ് ഇവർക്ക് സൗജന്യ താമസം ഒരുക്കിയത്. നാസർ പട്ടാമ്പി എന്ന കുവൈറ്റിലെ വ്യവസായി സൗജന്യ ഭക്ഷണവും വാഗ്ദാനം ചെയ്തു. തുടർന്ന് ദുബായിലും മറ്റും കുടുങ്ങിക്കിടന്നവരെ വിവിധ ബസ്സുകളിലായി ഫുജൈറയിൽ എത്തിക്കുകയായിരുന്നു. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും നോർക്കയും അടിയന്തരമായി ഇടപെട്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണണം. അതേസമയം സൗദിയിലേക്കും കുവൈറ്റിലേക്കും വിമാന സർവീസുകൾ നിർത്തിവെച്ചിട്ടും നിരവധി പേർ യുഎഇ വഴി പോകാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഗൾഫിൽ ഒരു ജോലി ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഇത്. വ്യോമയാന അതിർത്തികൾ തുറക്കാതെ ഇത്തരക്കാർ ഇനിയെങ്കിലും വരാതിരിക്കാൻ ശ്രമിക്കണമെന്ന്
ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് അധികാരികളും മുന്നറിയിപ്പ് നൽകി. കൗൺസിൽ ജനറൽ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ അസോസിയേഷന്റെ പ്രധാനപ്പെട്ട ആളുകളെയും സാമൂഹ്യ പ്രവർത്തകരെയും വിളിച്ച് മീറ്റിംഗിൽ കുറിച്ച് ചോദിച്ചു എന്താണ് ഇവരുടെ അവസ്ഥകളെല്ലാം. എല്ലാവരും പറഞ്ഞു ഞങ്ങൾ വേണ്ട രീതിയിലെല്ലാം അവർക്ക് ഫുഡും റൂമും എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും തിരിച്ച് സൗദിയിലേക്കും കുവൈത്തിലേക്കും തന്നെ പോകണമെന്നാണ് നിർബന്ധം പറഞ്ഞത്. പക്ഷേ കൗൺസിൽ ജനറൽ വളരെ രൂക്ഷമായി തന്നെ പറഞ്ഞു ഒരു രാജ്യത്തിന്റെ പ്രശ്നമാണ്. അപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ കൗൺസിലേറ്റിന് ഇടപെടുന്നതിന് ഒരു പരിമിതിയുണ്ട്. എല്ലാവരോടും തിരിച്ചു നമ്മുടെ ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചു പോകാനാണ് കൗൺസിലേറ്റ് ആവശ്യപ്പെടുന്നത്. അതായത് എല്ലാ സംഘടനകളും സാമൂഹ്യ പ്രവർത്തകരും ഇവരോട് മാക്സിമം റിക്വസ്റ്റ് ചെയ്യുക, എല്ലാവരും തിരിച്ച് നാട്ടിലേക്ക് പോകാനാണ് പറയുന്നത്. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാവുന്നത് വരെ അവിടുന്ന് ആരും ഇങ്ങോട്ട് കയറാതിരിക്കുക. ഇവിടെ ഉള്ളവരെല്ലാവരും തന്നെ എത്രയും പെട്ടെന്ന് തിരിച്ചു പോവുക. അതും തന്നെയല്ല ഈ തിരിച്ചു പോകാൻ വേണ്ടി ആർക്കാണോ ടിക്കറ്റ് ഇല്ലാത്തത്, അതല്ലാതെ ടിക്കറ്റിന് കാശില്ലാത്ത ബുദ്ധിമുട്ടായ ആളുകളുടെ ടിക്കറ്റ് എല്ലാം നമ്മോട് ശേഖരിച്ച് അവരുടെ ഡാറ്റ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതേസമയം UAE-യിലെത്തി കുടുങ്ങിയവരുടെ എണ്ണവും ദുരിതവും വർദ്ധിച്ചതോടെ അധികാരികളും ഈ വിഷയത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു. സാമൂഹ്യ പ്രവർത്തകർക്കും അതുപോലെ തന്നെ ഇവിടുത്തെ അസോസിയേഷൻ മറ്റുള്ളവർക്കൊക്കെ കേരളത്തിൽ നിന്നും വന്ന് സൗദിയിലേക്കും കുവൈത്തിലേക്കും പോകാനുള്ള സഹോദരനോട് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ കൗൺസിലേറ്റ് പറയുന്നതും കൊണ്ട് സഹകരിക്കുക, ഉടനെ തന്നെ തിരിച്ചു പോകുക. മാക്സിമം ഈ സാമൂഹ്യ പ്രവർത്തകരെയും അസോസിയേഷനൊക്കെ കോൺടാക്ട് ചെയ്തിട്ട് തിരിച്ചു പോകാനുള്ളവർ ലിസ്റ്റ് കൊടുക്കുക. കൗൺസിലേറ്റ് അവർക്ക് ഫ്രീ ടിക്കറ്റ് കൊടുക്കുന്നതാണ്. ഇതാണ് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. കാരണം ഇനി ഇവിടുത്തെ അവസ്ഥ അറിയാലോ, കോവിഡിന്റെ അവസ്ഥയാണെങ്കിൽ കൂടി വരുന്നതാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഇനി എത്ര നാൾ മുന്നോട്ട് പോകും എന്ന് ഒരാൾക്കും പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അതുകൊണ്ട് വളരെ റിക്വസ്റ്റ് ചെയ്തു വരുന്നു എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ച് നാട്ടിലേക്ക് പോവുക. ഇനി ഒരു അറിയിപ്പ് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അവർ തിരിച്ച് ഇങ്ങോട്ട് വരാനുള്ള അല്ലെങ്കിൽ സൗദിയിലേക്കും കുവൈത്തിലേക്കും പോകാനുള്ള ശ്രമം ഉണ്ടാവാൻ പാടുള്ളൂ. പ്രവാസികൾക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മുഴുവൻ സംവിധാനങ്ങളും 24 മണിക്കൂറും തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്ന് പൊങ്ങച്ചം പറയുമ്പോഴാണ് ഇത്തരത്തിൽ അറിവും വിദ്യാഭ്യാസവുമുള്ള ഒരു സമൂഹം കഥയറിയാതെ എത്തി കുടുങ്ങിപ്പോകുന്നത്. ഇവിടെ ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കാൻ അധികാരികൾ തയ്യാറാവണം.